Hi students. Postural deformities. Spinal curvatures. മൂന്നാമത്തെ ഡിഫോമിറ്റിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൈഫോസിസ് ലോഡോസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഇസ് സ്കോളിയോസിസ്. ഇത് മൂന്നാമത്തെ തരത്തിലുള്ള സ്പൈനൽ കർവേച്ചേഴ്സ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ലാറ്ററൽ ആണ്, സൈഡ് വൈസ് കർവുകളാണ്. ക്യാൻ ബി സി ഷേപ്പിൽ കർവാകാം, അല്ലെങ്കിൽ എസ് ഷേപ്പിൽ വരെ പോകാവുന്ന വിവിധ തരത്തിലുള്ള കാറ്റഗറീസ് അതിനകത്തുണ്ട്. നമുക്ക് ജസ്റ്റ് സ്പൈനിലോട്ട് ഒന്ന് പോയി നോക്കാം. എന്താ നിങ്ങൾക്കറിയാം. സ്കോളിയോസിസ്, ദിസ് ഇസ് ദ വൺ. ഇതിപ്പോ കണ്ടില്ലേ, ഇതിന് വന്നിരിക്കുന്ന ആ കർവ് നോക്കുക, കണ്ടില്ലേ. ഇതാണ് നമ്മൾ ഈ സൈഡിലേക്ക്, ഇപ്പൊ ലെഫ്റ്റിലേക്കാണ്. ദിസ് ക്യാൻ ബി റൈറ്റ് സൈഡ് ഓൾസോ. ലെഫ്റ്റിലേക്കാവാം, റൈറ്റിലേക്കാവാം, രണ്ടു പ്രാവശ്യം ലെഫ്റ്റിലേക്ക്, ഇങ്ങനെയൊക്കെ കറങ്ങി വരുന്ന രീതിയിലുള്ള സിവിയർ കേസസ് ഒക്കെ വരാം. അപ്പം പ്രധാനമായിട്ട് മനസ്സിലാക്കുക, സ്കോളിയോസിസ് എപ്പോഴും സൈഡിലേക്കുള്ള ലാറ്ററൽ ലെഫ്റ്റ് ഓർ റൈറ്റ് കോൺവെക്സിറ്റീസ് ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെപ്പോഴും ഓർത്തിരിക്കാം. പോസ്റ്ററൽ അഡാപ്റ്റേഷൻ ഓഫ് ദ സ്പൈൻ ഇൻ ലാറ്ററൽ പൊസിഷൻ ഈസ് കാൾഡ് സ്കോളിയോസിസ്. Lateral position, sideways. Scoliosis means bending, twisting, or rotating. In fact, these are sideways curves and may be called scoliatic curves. These are defined in terms of the convexities. The convexities ilana idine define cheyidirikkunu. Adu C shape ilana ennaittu paranja mari. They are identified as either convexity right or right convexity. A simple or single curve to be left or convexity left is commonly called a C curve. Innathu nammal kaanichu. ഒരു സിംഗിൾ ആയിട്ട് ഒരു ഭാഗത്തേക്ക് ഒരു കർവ്, അതിന് സി കർവ് എന്ന് പറയാം. അത് ലെഫ്റ്റ് ആവാം, റൈറ്റ് ആവാം. അതേപോലെ സ്കോളിയാറ്റിക് കർവ് മേ ബി ഫൗണ്ട് ഇൻ എസ് ഷേപ്പ് ഇറ്റ് സെൽഫ്. അത് രണ്ടു പ്രാവശ്യം ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന രീതിയിലേക്കൊക്കെ സിവിയർ കേസസിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ദിസ് ഈസ് ദ വൺ പോസ്റ്ററൽ ഡിഫോമിറ്റി, സ്കോളിയോസിസ്. Let us go to the causes of scoliosis. Scoliosis may be because of lots of reasons. But the main reasons are diseases in joints and bones, underdeveloped legs, infantile paralysis, rickets, etc. ഇത്രയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത്. ഡിസീസ് ഇൻ ജോയിന്റ്സ് ഓഫ് ബോൺസ്, ബോൺസിലെ ജോയിന്റ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസുകൾ ഉണ്ടാവുക, ആ ഡിസീസിന്റെ ഭാഗമായിട്ട് ഇത്തരം വളവുകൾ, ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കാം. Then underdeveloped legs, ഒരു ടോട്ടൽ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കാലുകൾ പ്രോപ്പറായിട്ട് ഫുൾ ഡെവലപ്ഡ് ആയിട്ട് വന്നില്ലെങ്കിൽ, ഈവൻ ഒരു കാലിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരിക, അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് സ്കോളിയോസിസ് സ്പൈനിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഇൻഫാന്റൽ പാരാലിസിസ്, ഇൻഫാൻസ് ആയിരിക്കുന്ന വളരെ ചെറിയ യങ് ഏജിലുള്ള പിള്ളേരുടെയൊക്കെ അവർക്ക് പാരാലിസിസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇതിലേക്ക് ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സ്കോളിയോസിസ് വരാം. അതുപോലെ റിക്കറ്റ്സ്, എല്ലാത്തിനും കോമൺ റീസൺ ആയിട്ട് വരുന്നതാണ് റിക്കറ്റ്സ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ബോൺ ഡെവലപ്മെന്റിനെയൊക്കെ ബാധിക്കുന്ന, ബോൺ ഡെൻസിറ്റിയൊക്കെ ബാധിക്കുന്ന, ബോണുകൾ വളഞ്ഞു പോകുന്ന തരത്തിലേക്കൊക്കെ പോകുന്നതാണ് റിക്കറ്റ്സ് പറയുക. അതിലും നമുക്ക് സ്കോളിയോസിന്റെ ഒരു റീസൺ ആണ്. ഇറ്റ് മേ ഓൾസോ ബി ഡ്യൂ ടു ക്യാരിങ് ഹെവി വെയ്റ്റ്സ് ഓൺ വൺ ഷോൾഡർ, അൺഹെൽത്തി കണ്ടീഷൻസ് ലൈക്ക് ഇൻഅഡിക്വേറ്റ് ലൈറ്റനിങ് അറേഞ്ച്മെന്റ്, അൺസ്യൂട്ടബിൾ ഡസ്റ്റ്, partial deafness and wrong standing posture, etc. etc. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ക്യാരിങ് ഹെവി വെയ്റ്റ്സ് ഓൺ വൺ ഷോൾഡർ. നമ്മൾ ഒരുപാട് ദൂരം റെഗുലറായിട്ട് തുടർച്ചയായിട്ട് കാലങ്ങളോളം നമ്മൾ ഒരു കയ്യിൽ അല്ലെങ്കിൽ ഒരു സൈഡിൽ വെയിറ്റ് ഒക്കെ പൊക്കി പിടിച്ച് നടക്കുക, അത്തരം ഹാബിറ്റ്സ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചേഞ്ച് ചെയ്തിട്ട് സൈഡ് ചേഞ്ച് ചെയ്താൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അതൊരു കാരണമായിട്ട് വരാം. അൺഹെൽത്തി കണ്ടീഷൻസ് ആൻഡ് ഇൻഅഡിക്വേറ്റ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്, നമ്മൾ ഒരു പ്രത്യേക ഭാഗത്തു നിന്ന് കറക്റ്റായിട്ട് ടേബിൾ ലാമ്പൊക്കെ കൊടുത്ത് നമ്മുടെ ബുക്കിലേക്കും വായിക്കുന്ന ഇതിലേക്കൊക്കെ വന്ന് ആ ഒരു അറേഞ്ച്മെന്റ് കറക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് റെഗുലറായിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് ചെരിഞ്ഞിരുന്നൊക്കെ ആയിട്ട് വായിക്കുക, കിടന്നിട്ടുള്ള വായന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാലം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്കോളിയോസിന് സാധ്യതയുണ്ട്. ദെൻ അൺസ്യൂട്ടബിൾ ഡെസ്ക്, സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് അല്ലാതെ സൈഡിലേക്കൊക്കെ രീതിയിൽ ഇരിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ഡെസ്കുകൾ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് പ്രശ്നങ്ങൾ വരാം. അതൊക്കെ കുറച്ചു കാലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി, വല്ലപ്പോഴും ഒരിക്കലും ഇരിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ദെൻ പാർഷ്യൽ ഡെഫ്നെസ്, ചെറിയ തരത്തിലുള്ള ഡെഫ്നെസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കൂടുതൽ ഓഡിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എപ്പോഴും കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് അതിങ്ങനെ ഒരു ഹാബിറ്റായിട്ട് മാറി അത് നമുക്ക് ഇത് വരുത്താം.
Then a wrong standing position. ഒരു കാലിലും വെയിറ്റ് ഇട്ടിട്ട് സ്ഥിരമായിട്ട് നിൽക്കുക. നമ്മൾ രണ്ട് കാലിലും ഈക്വലി വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് നിൽക്കുന്നതാണ് കറക്റ്റ് പൊസിഷൻ. അതല്ലാത്ത രീതിയിൽ ലെഫ്റ്റിലോ റൈറ്റിലോ മാത്രമായിട്ട് ഇടുന്നത് എന്നുള്ളൊരു ഹാബിറ്റ്. ആ ഹാബിറ്റ് കുറേ കാലം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് വരാം. ഇറ്റ് മേ ബി കോസ്ഡ് ബൈ congenital or occurred abnormalities of vertebrae, muscles or nerves. നെർവ്സിന്റെയോ മസിൽസിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസ്, അത് കൺജനിറ്റൽ ആവാം, നിങ്ങൾക്ക് നേരത്തെ തന്നെ ഉള്ള അസുഖം വെച്ചിട്ടുള്ള വെർട്ടിബ്രേഷൻ പ്രോബ്ലംസ് ഒക്കെ ആവാം. അതേപോലെ പിന്നെ മസിൽസിലും നെർവിലും അതേപോലെയുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സ്കോളിയോസിസ് ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ പ്രിക്കോഷൻസ് എന്ന് പറയുമ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് ഓഫ് കോഴ്സ് എല്ലാത്തിൻ്റെയും ഇത് തന്നെയാണ്. The study should be avoided in sideways bending position. ഒരിക്കലും ഒരുപാട് നമ്മൾ റെഗുലർ ആയിട്ട് സൈഡിലേക്ക് ബെൻഡ് ചെയ്തൊക്കെ ഇരുന്നിട്ട് പഠിക്കുക, വായിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാൻ നോക്കാം. അവോയ്ഡ് വാക്കിംഗ് ഫോർ ലോങ് ടൈം വിത്ത് ക്യാരിങ് വെയിറ്റ്സ് ഇൻ വൺ ഹാൻഡ്. ഒരു കയ്യിൽ വെയിറ്റ് തൂക്കിയിട്ട് കൊണ്ട് ഒരുപാട് ദൂരം നടക്കുന്നത് അവോയ്ഡ് ചെയ്യുക. സൈഡ് ചേഞ്ച് ചെയ്താൽ മതി. റെമഡീസ് നമുക്ക് വന്നു കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള റെമഡീസ്. സ്കോളിയോസിസ് ക്യാൻ ബി റെമഡീഡ് ബൈ പെർഫോമിംഗ് ഫോളോയിങ് എക്സസൈസസ്. ബെൻഡിങ് എക്സസൈസ് ഷുഡ് ബി പെർഫോംഡ് ഇൻ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് സി ഷേപ്പ് കർവ്. നിങ്ങൾക്ക് ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റിലാണ് ആ സി ഷേപ്പ് അല്ലെങ്കിൽ എസ് ഷേപ്പ് ഇതിൽ കർവ് വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെഗുലർ ആയിട്ട് നമ്മൾ ബെൻഡിങ് എക്സസൈസസ് ചെയ്യുക. അപ്പൊ ലെഫ്റ്റിലേക്കാണെങ്കിൽ നമ്മൾ റൈറ്റിലേക്ക് റെഗുലർ ആയിട്ട് കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് കാലം കൊണ്ട് നമുക്ക് ആ ഒരു സി ഷേപ്പിനെ പതുക്കെ നിവർത്തിയെടുക്കാവുന്ന അവസ്ഥയിലേക്ക് ചെയ്യാൻ പറ്റും. ഹോൾഡ് ദ ഹൊറിസോണ്ടൽ ബാർ വിത്ത് യുവർ ഹാൻഡ്സ് ആൻഡ് സ്വിങ് യുവർ ബോഡി ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്. നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ബാർ കയ്യിൽ ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ ലെഫ്റ്റും റൈറ്റിലേക്കും ഒരേപോലെ സ്വിങ് ചെയ്യുന്നത് ഇതിന്റെ ഒരു എക്സസൈസ് ആണ്. ടു സ്വിം വിത്ത് യൂസിങ് ബ്രസ്റ്റ് സ്ട്രോക്ക് ടെക്നിക്. സ്വിമ്മിങ്ങിൽ നിങ്ങൾക്ക് അറിയായിരിക്കും 4 തരം ടെക്നിക്കാണുള്ളത്. ഫ്രീ സ്റ്റൈല്, ബാക്ക് സ്ട്രോക്ക്, ബട്ടർഫ്ലൈ. 4ാമത്തെ സ്ട്രോക്കാണ് ഈ ബ്രസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ബ്രസ്റ്റ് സ്ട്രോക്ക് ടെക്നിക്ക് നിങ്ങളുടെ ലാറ്ററൽ കർവ്സ് ഉള്ള സ്പൈനിൽ ലാറ്ററൽ കർവ്സ് ഉള്ള ആളുകൾക്ക് ബെസ്റ്റ് ഒരു എക്സസൈസ് ആണ്. ആ ബ്രസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ആക്ഷനിൽ വരുന്നതാണ്. അത് കാലിന്റെ ഒരു കിക്കും കൂടെ ചേർന്നിട്ടുള്ളത്. അപ്പം അത് റെഗുലർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ ഒരു റെമഡിയൽ എക്സസൈസസ് ആയിട്ട്, കറക്റ്റീവ് എക്സസൈസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ സ്പൈനൽ മേജർ ആയിട്ടുള്ള സ്പൈനൽ ഡിഫോമിറ്റീസ് നമ്മൾ കഴിഞ്ഞു. അതായത് അതിൽ വന്ന പ്രധാനപ്പെട്ടത് നോർമൽ ആയിട്ടുള്ള കാണിച്ചു. സ്കോളിയോസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ലാറ്ററൽ ആയിട്ട് സൈഡ് വേസ് ആയിട്ട് ലെഫ്റ്റോ റൈറ്റോ വരുന്ന സി ഷേപ്ഡ് കർവ്സ്, അതിന്റെ റെമഡീസ് നോക്കി. അതേപോലെ കൈഫോസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എക്സാജറേറ്റഡ് ബാക്ക്വേർഡ് കർവ്സ് ആണ് കൈഫോസിസ്. അതുപോലെ ലോഡോസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എക്സാജറേറ്റഡ് ഫോർവേഡ് കർവ്, സ്പൈനിന്റെ നോർമൽ ആയിട്ടുള്ള ഫോർവേഡ് കർവിനെ എക്സാജറേറ്റ് ചെയ്തിട്ട് വരുന്ന സാധനം. അതേപോലെ കൈഫോസിസ് ആണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ബാക്ക്വേർഡ് കർവിനെ എക്സാജറേറ്റ് ചെയ്ത് കൂടുതൽ വരുന്ന സാധനം. അപ്പം പ്രധാനമായിട്ട് ഇതാണ് നമുക്ക് പറയാനുള്ളത്. ദെൻ കംസ് അതർ ടൈപ്പ് ഓഫ് പോസ്റ്ററൽ ഡിഫോമിറ്റീസിൽ വരുന്ന അടുത്ത നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫ്ലാറ്റ് ഫുട്ട്. ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിക്ചറിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് ഇത് കണ്ടു. ഇതാണ് നോർമൽ ഫുട്ട്. ഈ ഇങ്ങനെ നിങ്ങൾ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലിനടിയിൽ കൂടെ ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നതായിട്ട് ഇത് കാണാനായിട്ട് പറ്റും. ഫ്ലാറ്റ് ഫുട്ടിന്റെ കേസിൽ അത് കാണില്ല. മുഴുവനായിട്ട് എന്താ പറയുക, തറയോട് നമ്മൾ ചവിട്ടുന്ന ഭാഗത്തോട് ചേർന്നിരിക്കുന്ന അവസ്ഥ. അതുപോലെ ഹോളോ ഫുട്ട് എന്ന് പറയുന്ന ഒരവസ്ഥയും കുറച്ചും കൂടെ അപൂർവമായിട്ട് കാണാറുണ്ട്. അത് ഈ ആർക്ക് സാധാരണയിലും വലുതായി കാണും. അപ്പൊ ഇത് രണ്ടായാലും ഡിഫോമിറ്റിയാണ്. ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരാളുടെ ഫുട്ട് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. നിങ്ങൾ വെള്ളത്തിൽ കാല് ചവിട്ടിയ ശേഷം ഉണങ്ങിയ സ്ഥലത്ത് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം പതിയുന്ന സ്ഥലം നിങ്ങളുടെ നടുഭാഗത്ത് ഒരിക്കലും നനയില്ല. നടുഭാഗത്ത് ആർക്കിന്റെ ഭാഗം ഒഴിവായിട്ട് ഫ്രണ്ടും ബാക്കും മാത്രം കറക്റ്റായിട്ട് നമുക്ക് വെള്ളം നനഞ്ഞതായിട്ട് കാണാനായിട്ട് സാധിക്കും. Our feet act as the base of support for the body in standing, walking, running and jumping. Flat foot is generally found among newly born babies, but it becomes a postural deformity if it still persists during lateral childhood. അപ്പോൾ ഈ ഫീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. എൻറ്റയർലി നമ്മുടെ എന്താ പറയുക, ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് മുഴുവൻ ബെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫീറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ നടക്കുമ്പോഴാകാം, റൺ ചെയ്യുമ്പോഴാകാം, ജമ്പ് ചെയ്യുമ്പോഴാകാം, വാക്കിംഗ് ആവാം, എപ്പോഴായാലും ഫീറ്റാണ് മുഴുവൻ ബോഡി വെയിറ്റും അൾട്ടിമേറ്റ് ആയിട്ട് വെയിറ്റ് ഇതിനൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ഡിഫോമിറ്റി കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക്
ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. നോർമലി ഇൻഫാന്റ് ബേബീസ്, ന്യൂ ബോൺ ബേബീസ് എല്ലാം ഫ്ലാറ്റ് ഫുട്ട് ആയിരിക്കും. അവർ പിന്നെ നടന്നു തുടങ്ങുമ്പോഴാണ് പതുക്കെ ഈ ആർക്കൊക്കെ അവർ ഡെവലപ്പ് ചെയ്ത് ആ മസിൽസ് ഒക്കെ സ്ട്രെങ്ത് നേടിയതിനുമ്പോഴാണ് ഈ നോർമൽ ആയിട്ടുള്ള ആർക്ക് ഉണ്ടാവുക. അത് അതുകൊണ്ട് ഇൻഫാന്റ് ബേബീസിന്റെ കേസിൽ ഈ ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്ന ഒരു പ്രോബ്ലമായിട്ടല്ല, മറിച്ച് അവർ നടന്നു തുടങ്ങി കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു ലേറ്ററൽ ചൈൽഡ്ഹുഡിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടും ആ ഫ്ലാറ്റ് ഫുട്ട് നിലനിൽക്കുകയാണെങ്കിലാണ് നമ്മളത് ഫ്ലാറ്റ് ഫുട്ട് ആയിട്ടുള്ള അതിനെ ഒരു ഡിഫോമിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. The children with flat foot deformity cannot be efficient sports person. Such children feel pain in feet. They face problem in standing and walking. ഇതുള്ള കുട്ടികളിലാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് ഒരുപാട് സ്ട്രെയിൻഡ് ആയിരിക്കും, അവരുടെ നടപ്പും മൂവ്മെന്റ്സും ഒക്കെ വേദനയുണ്ടാവും. അവർക്ക് നിൽക്കാനും ഇരിക്കാനുള്ളതിലൊക്കെ കുട്ടികൾ ചെറിയ പ്രായത്തിൽ അവരിഷ്ടം പോലെ ഓടി നടന്ന് കളിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണമില്ല. അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള മസിൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഫ്ലാറ്റ് ഫുട്ട് ഇങ്ങനെ തുടരും. അപ്പം നോർമൽ ആയിട്ട് അത് കളികളിലൂടെയും കാര്യങ്ങളിലൂടെയും നടപ്പോ ഓട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആർച്ച് ഡെവലപ്പ് ചെയ്തോളും. ഇറ്റ് ഈസ് ഓൾസോ ഒബ്സർവ്ഡ് വെദർ എ പേഴ്സൺ ഹാസ് ഫ്ലാറ്റ് ഫുട്ട് ഡിഫോമിറ്റി ഓർ നോട്ട്. ഡിപ്പ് യുവർ ഫീറ്റ് ഇൻ വാട്ടർ ആൻഡ് വാക്ക് ഓൺ ദ ഫ്ലോർ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണത്. അത് നമ്മൾ വാട്ടറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് പുറത്ത് കാല് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നനവുള്ള ഭാഗം എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫുട്ടിന്റെ കേസിൽ മുഴുവനായിട്ടും ഭൂമിയിൽ അത് പതിയുന്ന കാണാം, അല്ലാത്തത് രണ്ട് സൈഡിൽ വന്നിട്ട് ആർക്ക് നടുക്ക് ഗ്യാപ്പ് ആയിട്ടുള്ളത്. ഇഫ് ദർ ഇസ് നോട്ട് എ പ്രോപ്പർ ആർച്ച് ഓഫ് ഫുട് പ്രിന്റ്സ് ഇൻ ദ ഫ്ലോർ, then you have the deformity of flat foot. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ഇൻഫാക്ട് there should be proper arc of the feet. This is the picture I have shown you earlier. Okay, you discussed it. And causes of flat foot, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാ നോക്കാം. The main cause of flat foot is weak muscles, of course. ഫുട്ടിലുള്ള മസിൽസിന്റെ വീക്ക്നെസ് കൊണ്ടാണ് ഫ്ലാറ്റ് ഫുട്ട് വരുന്നത്. Weak muscles of the foot cannot bear the body weight. Hence feet becomes flat or without arches. ബോഡി വെയിറ്റ് മസിൽസ് വീക്കായി കഴിയുമ്പോൾ ഫീറ്റ് അമർന്ന് ഭൂമിയോട് പറ്റി ചേർന്ന് പോകുന്നു. അങ്ങനെയാണ് ഈ കർവ് ഇല്ലാണ്ടായി പോകുന്നത്. ഈ എന്താ പറയാ, ഈ മസിൽസ് ഡെവലപ്പ് ആവേണ്ടത് കളികളിലൂടെയും ഓട്ടിച്ചാട്ടത്തിലൂടെയും അങ്ങനെയുള്ള ചൈൽഡ്ഹുഡ് ആക്ടിവിറ്റീസിലൂടെയാണ്. Along with this, rapid increase in body weight, improper shoes, carrying heavy weight for a longer period are also causes of flat foot. നിങ്ങൾ ഒരുപാട് നേരം ഇംപ്രോപ്പർ ആയിട്ടുള്ള ഷൂസ് ഇട്ട് നടക്കുക, റാപ്പിഡ് ഇൻക്രീസ് ഇൻ ബോഡി വെയിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്യാരിങ് ഹെവി വെയിറ്റ് ഒക്കെ ഇതിന് കാരണമായിട്ട്, അഡീഷണൽ കാരണങ്ങളായിട്ട് നമുക്ക് കാണാം. Precaution: shoes should be for proper shape and size. Don't walk barefoot for a long duration. Obesity should be avoided. Don't force babies to walk at very early stage. Carrying heavy weight in early childhood should be avoided. High-heeled shoes should be avoided. ഇതൊക്കെയാണ് പ്രിക്കോഷൻസ്. ഫ്ലാറ്റ് ഫുട്ട് നമുക്ക് നോക്കാം. ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള അലൈൻമെന്റ് ആണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫ്ലാറ്റ് ഫുട്ട് വന്നിട്ട് ഒരാളുടെ വെയിറ്റ് ഇൻസൈഡ് എഡ്ജിലേക്ക് വരുന്നത്. അവരുടെയൊക്കെ ചെരുപ്പുകൾ കുറച്ചു കാലം ഉപയോഗിച്ച്, ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് വേഗം ഒരു സൈഡ് തയഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാർ. ഡിപ്രിസിയേഷൻ വൺ സൈഡഡ് ആയിട്ടൊക്കെ കാണാം. റെമഡീസ് നോക്കുക. വാക്കിംഗ് ഓൺ ഹീൽസിൽ വാക്ക് ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യുക. വാക്ക് ഓൺ ഇന്നർ ആൻഡ് ഔട്ടർ സൈഡ് ഓഫ് ദ ഫീറ്റ്. വാക്സ് ഓൺ ടോസ്. ടു പെർഫോം അപ്പ് ആൻഡ് ഡൗൺ ഹീൽസ്. ജമ്പിംഗ് ഓൺ ടോസ് ഫോർ സം ടൈം. ടു സ്കിപ്പ് ഓൺ റോക്ക്. ടു പെർഫോം വജ്രാസന, ദ യോഗികാസന. ഇതൊക്കെ ഇതിന്റെ റെമഡി ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. ദെൻ കംസ് നോക്ക് നീസ് എന്ന് പറയുന്ന അടുത്ത ഡിഫോമിറ്റിയാണ്. നോക്നിയിൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇതാണ്, കണ്ടില്ലേ? ഇതിന്റെ പേരുകൾ എന്ന് പറയുന്നത് വാൽഗസ് അലൈൻമെന്റും വാരസ് അലൈൻമെന്റും. അതായത് ഒന്ന് നീ ഇങ്ങനെ മുട്ടിയിരിക്കുന്ന ഒരവസ്ഥ, ഇത് നോർമലാണ്. മറ്റത് അകന്നിരിക്കുന്ന ഒരവസ്ഥ, കൂടുതൽ അകന്നിരിക്കുന്ന ഒരവസ്ഥ. ഇതിൽ നോക്നി നോക്കാം. Knockings are one of the major causes of deformity. In this deformity, both the knees knock or touch each other in normal standing position. The gap between angles goes on increasing. The individual faces difficulty in walking and running. He cannot walk or run in a proper manner. Owing to this deformity, they cannot be good players and even they are not selected in defensive services. Precautions. Generally, the lack of balanced diet. Of course, vitamin D, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ക്രോണിക് ഇൽനെസ്, ഒബിസിറ്റി, ബാലൻസ്ഡ് ഡയറ്റ് ബി ഷേക്കൺ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ബാലൻസ്ഡ് ഡയറ്റ് ചെയ്യുക. നമ്മൾ അത്യാവശ്യം വൈറ്റമിൻ ഡി കിട്ടുന്ന രീതിയിലുള്ള സൺ എക്സ്പോഷർ ഉണ്ടായിരിക്കുക. കാൽഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ഡയറ്റിൽ അതൊക്കെ വരിക. റിക്കറ്റ്സ് കൊണ്ടുവരാം. ദെൻ കംസ് പ്രിക്കോഷൻസിൽ ബാലൻസ്ഡ് ഡയറ്റ് വരിക. ബേബി ഷുഡ് നോട്ട് ബി ഫോഴ്സ്ഡ് ഓൺ വാക്ക്. ഇതൊക്കെ ഇതിൽ കാര്യം ശ്രദ്ധിക്കുക. So that is the end of postural deformities. We will see in the next class.